നമസ്കാരം. പൈശമ്പർല TV യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയ എപ്പിസോഡുമായിട്ട് വരികയാണ്. എറണാകുളം ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഇന്നൊരു പുതിയ ചിത്രത്തിൻ്റെ പൂജയാണ്. ആ പൂജയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളടുത്തേക്ക് വരുന്നത്. പരമാവധി സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളോടൊപ്പം സഹകരിക്കുക. ഇന്ന് നടക്കുന്ന ചിത്രത്തിൻ്റെ പൂജ മലയാള സിനിമയിൽ ഇന്ദ്രപ്രസ്ഥം എന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമ നമുക്ക് സംഭാവന നൽകിയ ശ്രീ ഹരിദാസ് എന്ന സംവിധായകനാണ്. മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറും സിമ്രാൻ എന്ന നടിയെയും വിക്രം എന്ന് പറയുന്ന നടനെയൊക്കെ മലയാള സിനിമയിൽ കൊണ്ടുവന്ന് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമയുണ്ടാക്കിയ നമ്മുടെ ശ്രീ ഹരിദാസ്. അതുപോലെ തന്നെ ആദ്യ സിനിമയിൽ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി, അദ്ദേഹത്തിനെ തന്നെ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി എന്നാണ്, ഹരിദാസ് എന്നാണ് വിളിക്കുന്നത് തന്നെ. അദ്ദേഹത്തിന് ആദ്യം തന്നെ നവാഗത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരവും കിട്ടിയ സംവിധായകനാണ്. ഒപ്പം മലയാള സിനിമയിലെ പ്രഗത്ഭരായ പ്രശസ്തരായ എഴുത്തുകാരുടെ പ്രിയദർശൻ, ടി. മാഷ്, രഞ്ജിത്ത്, അങ്ങനെ തുടങ്ങി നിരവധി എഴുത്തുകാരുടെ സിനിമകൾ, സ്ക്രിപ്റ്റുകൾ സിനിമയാക്കിയ നമ്മുടെ ഒരു അഭിമാനമായ സംവിധായകനാണ് ശ്രീ ഹരിദാസ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹം വീണ്ടും സൂപ്പർ ഹിറ്റ് റൈറ്റർ ശ്രീ റാഫിയുടെ സ്ക്രിപ്റ്റുമായി ഒരു പുതിയ സിനിമയുണ്ട്. ആ സിനിമയുടെ പൂജയാണ് ഇന്ന് എറണാകുളം ക്രൗൺ പ്ലാസയിൽ നടന്നത്. അതിൽ പുതിയ താരങ്ങളും പുതിയ തലമുറയിലെ താരങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയൊരു താരനിര തന്നെ ആ സിനിമയിലുണ്ടാവും. വീണ്ടും ഈ സംവിധായകരിൽ നിന്ന് ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമ നമ്മുടെ മലയാള പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. നന്ദി.
നമസ്കാരം. മലയാള സിനിമയിലേക്ക് പുതിയൊരു ബാനറിൻ്റെ തുടക്കവും ആ ബാനറിൽ നിർമ്മിക്കുന്ന പ്രധാനമായ ചടങ്ങുകൾ. ഈ ഒരു മനോഹരമായ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികൾ പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, എന്നാൽ കുറച്ച് പേരും കൂടി ഇവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ട് നമുക്ക് അവിടെ പരിപാടി ഒന്ന് ആരംഭിക്കാം. ആദ്യമായി രാജമാണിക്യത്തിൻ്റെ ടൈറ്റിൽ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ രമേശ് ബാബു. നമുക്ക് ഏറെ സുപരിചിതയായ നമ്മുടെ കണ്ണൂരിലെ സിംഗർ റിത. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് ഓൾ. ഇതിൻ്റെ ഫസ്റ്റത്തെ പ്രോഗ്രാമാണ്. ലൈക്ക് ഇൻസ്റ്റയിലേക്ക് കൂടെ വീഡിയോസ് ഇട്ടുന്നല്ലാണ്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റേജിൽ ലൈക്ക് ഇൻ ഫ്രണ്ട് ഓഫ് യു പീപ്പിൾ ലൈക്ക് സിംഗ് ചെയ്യുന്നത്. സോ അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. പ്ലീസ് ഡോണ്ട് വറി. ഓക്കെ.
പ്രിയപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്. A journey of 1,000 miles start with a single step. ഒരു ചൈനീസ് പഴമൊഴിയാണ്. ഇന്ന് നിങ്ങളെല്ലാം അനുഗ്രഹത്തോടു കൂടി തന്നെ ഞാനും മലയാള സിനിമയിൽ ഒരു ചെറിയ സ്റ്റെപ്പിൻ്റെ ഒരു ചെറിയ തുടക്കം വെക്കുകയാണ്. ഒരു ചെറിയ ബാനറിലൂടെ അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ ചെറിയ സിനിമ ചെയ്തുകൊണ്ട് ഏറ്റവും സൗഭാഗ്യം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ കീഴിൽ അതുപോലെ തന്നെ പഴയ ജനറേഷനും പുതിയ ജനറേഷനും ഒന്നിച്ച് ചേരുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് ഈ സിനിമ ഉണ്ടാകാൻ പോകുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ്, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ തലമുറയിലെ ഇന്ന് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ഒരു സർപ്രൈസായി വെക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്തൊരു വലിയ റോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റാഫിക്ക, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു മൈലേജ് കൂടി ആകാൻ പോകുന്ന സംഭവം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ സദസ്സിലേക്ക് ഈ പരിപാടിക്ക് വന്ന ഓരോരുത്തരെയും പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും എല്ലാം പ്രിയങ്കരനായ ജോഷി സാർ, മേജർ രവി സാർ, എൻ്റെ സഹപാഠിയും കൂട്ടുകാരനുമായ ജോബി ജോർജ്, സാവു ചേട്ടൻ, സന്തോഷ് ആൻഡ് റോബിൻ തിരുമല ചേട്ടൻ, ബാക്കി എല്ലാവർക്കും, ഭീമൻ രഘു ചേട്ടൻ, എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ഇവിടെ വന്ന ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ, അവരൊന്നും സഹായമില്ലാണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു മലയാള സിനിമ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വിജയത്തിലേക്ക് പോകണമെങ്കിൽ മാധ്യമങ്ങളുടെ എല്ലാ സഹായവും സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം പ്രാധാന്യത്തിൽ നിൽക്കുന്ന മറ്റുള്ള പത്രമാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാവരെയും ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി അഡ്വാൻസ് ആയിട്ട് ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി കൂടി അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ. ഏതൊരു ചടങ്ങിൻ്റെയും ഐശ്വര്യം എന്ന് പറയുന്നത് ദീപം തെളിയിച്ചുകൊണ്ടാണ്. അടുത്തതായി ദീപം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ക്ഷണിക്കാൻ പോകുന്നത്, തുടർന്ന് ഊട്ടി പട്ടണം, കിന്നരിപ്പുഴയോരം, കാട്ടിലെ തടി, തേവരുടെ ആന, ഇന്ദ്രപ്രസ്ഥം, കണ്ണൂർ തുടങ്ങി നിരവധി ചിത്രങ്ങൾ. ആദ്യ ചിത്രത്തിന് തന്നെ നവാഗത സംവിധായകനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പ്രിയദർശൻ, രഞ്ജിത്ത്, സിബി ഉദയൻ, ഡെനിസ് ജോസഫ്, ഗിരീഷ് പുത്തഞ്ചേരി, ടി ദാമോദരൻ തുടങ്ങിയ മഹാപ്രതിഭകളുടെ രചനയിൽ സംവിധാനം നിർവഹിച്ച ഹരിദാസ് സാർ, ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടു കൂടിയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം. ഹരിദാസ് സാർ. അടുത്തതായി റാഫി സാർ. റാഫി സാറിന് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. തിരക്കഥയുടെ കാര്യത്തിലാണെങ്കിലും 100% എൻ്റർടൈൻമെൻറ്റ് സിനിമ മേക്കറാണ്. ദിലീപേട്ടൻ സിനിമയുടെ അവസാനഘട്ട ഷൂട്ടിങ്ങിനിടയിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ തുടങ്ങാൻ പോകുന്ന സിനിമയുടെ സ്ക്രിപ്റ്റിനോടൊപ്പം തന്നെ മുഖ്യമായൊരു വേഷവും അദ്ദേഹം ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ സാദരം ഞാൻ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബാക്കി വിശിഷ്ടാതിഥികൾ എല്ലാവരെയും ഞാൻ ദീപം തെളിയിക്കുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോഷി സർ, മേജർ രവി സർ, സാബു ചെറിയാൻ സർ, ജോബി ജോർജ് സർ, റോബിൻ തിരുമല സർ, ഭീമൻ രഘു സർ, രാജാ സാഹിബ് സർ, സന്ധ്യ മോഹൻ സർ, നെൽസൺ അയ്യൂബ്, ഇവരെ കൂടാതെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ് കൂട്ടുകെട്ട് ഒരു വെടിക്കെട്ട് സംഭവം തന്നെയാണ്. ആ വെടിക്കെട്ട് തന്നെയാണ് അവർ ഇപ്പോൾ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുടെ തിരക്കിനിടയിൽ നിന്നും അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് നിറ കയ്യടികളോടുകൂടി സ്വാഗതം ചെയ്യാം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൻഡ് ബിബിൻ ജോർജ്. നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചൻ മുളകുപാടം സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് പവിത്രം സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട നെൽസൺ സാറിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗജാനനം ഭൂതഗണാദിസേവിതം കവിത്തജംബുഫല സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമഃ നമഃ ശ്രീ നമഃ. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട ടാൽട്ടൻ ചേട്ടനോട് എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദീപം തെളിയിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചടങ്ങ് ഇത്രയധികം ഐശ്വര്യപൂർണമായത് നമുക്ക് നമ്മുടെ ഭീമൻ രഘുചേട്ടൻ്റെ ഈ ഒരു മനോഹരമായ ഗാനാലാപനത്തിലൂടെയാണ്. അദ്ദേഹത്തിന് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ആ മധുരമായ വോയിസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പിന്നിൽ നിൽക്കുന്ന കാരണം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും ഇത്ര മനോഹരമായ സൗണ്ടിൻ്റെ ഉടമ ആരാണെന്ന്. അദ്ദേഹമാണ് ഭീമൻ രഘു. താങ്ക് യു സോ മച്ച്. നമുക്ക് ഏറെ പരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി. നമസ്കാരം. ആഹ്ലാദകരമായ മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ വല്ലപ്പോഴും വന്നു ചേരുകയുണ്ട്. എപ്പോഴും ആഹ്ലാദകരമായ നിമിഷങ്ങൾ സംഭവിക്കണമെന്ന് പ്രതീക്ഷിക്കുകയും വയ്യ. അങ്ങനത്തെ ഒരു കാലത്തിലൂടെയാണ് നാം ഇപ്പോൾ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥന ഗാനം ആലപിച്ച രഘുചേട്ടന് ഒരു വലിയ നമസ്കാരം. സാമാന്യമായിട്ട് അത് പാടി ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ വന്നത്. ഗുരു സ്ഥാനീയത്തായിട്ടുള്ള മലയാള സിനിമ മുഴുവൻ കാണുന്ന ജോഷ് സാറിന് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ്. എല്ലാവരും പ്രിയപ്പെട്ട ആളുകൾ, എല്ലാവരും ജ്യേഷ്ഠ സഹോദരന്മാരാണ്, സുഹൃത്തുക്കളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു നിമിഷം ആഹ്ലാദകരമാണെന്ന് പറയാൻ കാരണം ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ള ഒരു സഹപ്രവർത്തകന്റെ ഒരു വലിയ സ്വപ്നമാണ് വീണ്ടും പൂർണ്ണിയാൻ പോകുന്നത്. പ്രിയപ്പെട്ട ഹരിദാസ് സംവിധായകൻ എന്ന നിലയിൽ ഞങ്ങൾ ഇന്ദ്രപ്രസ്ഥം, കണ്ണൂർ, വീണ്ടും കണ്ണൂർ 3 സിനിമകൾ ദീർഘകാലത്തെ ആ 3 സിനിമകളിലൂടെ ദീർഘകാലത്തെ ആശയ കൈമാറ്റങ്ങളിലൂടെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. പഴയ ആ
കാലത്ത് ഞങ്ങളുണ്ടായിരുന്ന കോഴിക്കോട് ഒരുമിച്ചുണ്ടായിരുന്ന കാലത്ത് ഗിരീഷും രഞ്ജിയേട്ടനും അതുപോലെ തന്നെ ചിയറസാക്കയും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലം ഇപ്പോൾ ഓർക്കുകയാണ്. ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വല്ലാത്തൊരു കാലമായിരുന്നു. അതിലൊക്കെ പലരും ഇവിടെ ഇരിക്കുന്ന പലരും ഭാഗവാക്കാണ്. ആ ഓർമ്മകളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ അറിയാതെ പോവുകയാണ്. എങ്കിലും രഞ്ജൻ എപ്പോഴും പറയാറുണ്ട്, ഹരിദാസ് പെട്ടിയെടുത്താൽ എന്ന് പറയും. ഞാനത് തമാശയായിട്ട് പറയും, ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു സിനിമ ഉണ്ടാക്കാൻ ഇത്ര എഫിഷ്യൻസി ഉള്ള ഒരാളില്ല. അത് നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ സന്ധ്യാമോഹൻ അത് പറയുകയാണ് കുറച്ചു മുമ്പ്. എന്നാൽ ഒരു പ്രോജക്റ്റിനെ എങ്ങനെ അതിനെ മനോഹരമാക്കിയിട്ട് കൊണ്ടുപോകാം, അതെങ്ങനെ അവതരിപ്പിക്കാം, എങ്ങനെ അത് വിജയം കൈവരിക്കാം എന്ന് അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. ആദ്യ ചിത്രത്തിന് തന്നെ സംസ്ഥാന അവാർഡ് നേടി മികച്ച പുതുമുഖ സംവിധായകനുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് അദ്ദേഹം. ആ കുടുംബം അദ്ദേഹത്തിന്റെ പുതിയ തലമുറ, അദ്ദേഹത്തിന്റെ മകൻ ഋഷി അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മിടുക്കനായിട്ടുള്ള ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മകന്റെ സ്ഥാനത്തുള്ള ഒരാളാണ്. പുതിയ തലമുറയൊക്കെ സിനിമയിലേക്ക് വരുന്നത് വലിയ സന്തോഷമല്ല രവീണ? ഒരുപാട് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട റാഫിയുടെ രചനയിലാണ് സിനിമ ഇറങ്ങുന്നത്, ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിജു മത്തായി ദീർഘകാലമായി അടുപ്പമുള്ള ഒരു നിർമ്മാതാവ് നിലയ്ക്ക് നിരവധി സിനിമകളൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാൾ കൂടിയാണ്. നല്ല കാലത്താണ് സിനിമയിലേക്ക് ഇറങ്ങിയിരുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഈ സിനിമയുടെ വിജയത്തിന് വേണ്ടി ഉണ്ടാവണം. മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ആ പ്രാർത്ഥന ഉയരേണ്ടത് വിജയത്തിന്റെ പ്രാർത്ഥനകളാണ്, സക്സസ് ആവാനുള്ള പ്രാർത്ഥനകളാണ്. കാരണം ഒരു നിർമ്മാതാവ് അതിനുവേണ്ടി പണമെടുക്കുമ്പോൾ എത്ര ശ്രമകരമായിട്ടാണ് ഒരു വലിയ ടീം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്ന ആളുകൾ തീർച്ചയായും അവരുടെ ഉള്ളിൽ നിന്നും അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ രഘുവേട്ടൻ ആലപിച്ച പോലുള്ള അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവും. ആഴത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ നിങ്ങൾക്ക്. തീർച്ചയായിട്ടും ഇതൊരു വലിയ അനുഗ്രഹത്തിന്റെ വേദിയാവട്ടെ. വലിയ വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ സിനിമയിൽ അഭിനയിക്കുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ വിപിൻ ചന്ദ്രനും രണ്ടുപേർക്കും ഇതിന്റെ നായകന്മാരായിട്ടുള്ള അവർക്ക് എല്ലാവർക്കും, ഇതിന്റെ മറ്റെല്ലാ എൻറ്റയർ ക്രൂവിനും, ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും ഇത് എൻ്റെ കൂടി സിനിമയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ സിനിമയായിട്ട് ഈ സിനിമയെ കണ്ടുകൊണ്ട് പ്രാർത്ഥനകൾ ഉണ്ടാവുക. എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വളരെയധികം നന്ദി സർ. പോകുന്നത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ജോഷി സാറിനെയാണ്. ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയും നമുക്ക് ജോഷി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഫോർ ബാനർ ലോഞ്ച്. നമ്മുടെ പ്രിയപ്പെട്ട നായകന്മാരെയും ഞാൻ എന്തെങ്കിലും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബാനർ ലോഞ്ചാണ് നടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു ഉണ്ണികൃഷ്ണനെയും ലിബിൻ ജോർജിനെയും ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറ, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറമാനോട് എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ട രതീഷ്. അദ്ദേഹത്തെയും ഞാൻ ക്ഷണിച്ചു കൊള്ളുകയാണ്. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ പ്രിയപ്പെട്ട രതീഷ്. കുറച്ചും കൂടി ഗാംഭീര്യമുള്ള പേരാണ് അദ്ദേഹത്തിന്റെ, രതീഷ് റാം. അത് പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി കയ്യടി കുറച്ചും കൂടി ഗാംഭീര്യമുള്ളതായത്. എന്തായാലും നമ്മുടെ ബാനർ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. യെസ്, മലയാള സിനിമയിലേക്ക് പുതിയൊരു ബാനറിന്റെ തുടക്കമാണ്. വൺ ഡേ മൂവീസ്, വൺ ഡേ ഫിലിംസ്. എന്തായാലും രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ജോഷി സർ. ഓക്കെ, നമ്മുടെ നായകന്മാർക്ക് എന്തായാലും രണ്ടു വാക്ക് സംസാരിക്കാനുണ്ടാകും. വിഷ്ണു ആൻഡ് ബിബിൻ. നമസ്കാരം. ഒരുപാട് സന്തോഷം. മലയാള സിനിമയിലേക്ക് പുതിയൊരു ബാനർ കൂടി കടന്നു വരുന്നു. അപ്പോൾ അതിനിങ്ങനെ ഒരു ലോഞ്ച് വയ്ക്കുന്നതും അതിൽ ഇങ്ങനെ ആശംസകൾ അറിയിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പേരൊക്കെ വരുന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഈ സിനിമയോടൊപ്പം ഉണ്ടാവണം. സാറേ, ഞങ്ങളുടെ
ഒരുമിച്ച് ഞാനും ഇവരും കൂടി ഇപ്പോൾ വെടിക്കെട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ ആദ്യ സംവിധാനത്തിലുള്ള ആദ്യ സിനിമ പൂർത്തിയായി. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലേക്കാണ്. ഹരിത സാറോടെ റാഫി സാറിനോട് വർക്ക് ചെയ്യാൻ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഈ സിനിമകളൊക്കെ ഉണ്ടാവണം. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ അഭിമാനവും വളരെ സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങളാണ്. മലയാളത്തിലെ ഒരുപാട് ലെജൻഡുകൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. പിന്നെ സൈഡിൽ ഷാഫ്സാറിങ്ങനെ എൻ്റെ പേടിയുണ്ട്. എങ്കിൽ വളരെ വളരെ സന്തോഷമാണ്. ഈ സിനിമ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയൊരു വിജയമാവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. സന്തോഷം. താങ്ക് യു. അടുത്തതായിട്ട് ടൈറ്റിൽ അനൗൺസ്മെന്റ് ആണ് നടക്കാൻ പോകുന്നത്. അതിനായി നമ്മുടെ പ്രിയപ്പെട്ട മേജർ രവി സാറുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടെ സാബു ചെറിയൻ സാറിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഫോർ ടൈറ്റിൽ അനൗൺസ്മെന്റ്. ഡയറക്ടർ ഷാഫി സർ, ഡയറക്ടർ സേതു സർ, എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഫോർ ടൈറ്റിൽ അനൗൺസ്മെന്റ്. നല്ലൊരു വിജയം ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മേജർ രവി സാറിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. മേജർ രവി സാർ. ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഏതൊരു സംരംഭത്തിനെയും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് എനിക്ക് പോസിറ്റിവിറ്റി ഏറ്റവും അധികം കണ്ടത് ആ രഘുവട്ടം പെട്ടെന്ന് മൈക്ക് വാങ്ങിച്ചപ്പോൾ എനിക്ക് ആദ്യം പ്രശ്നമാണ് തോന്നിയത്. കാരണം ഇങ്ങനെ എന്താണ് പൊട്ടിത്തെറിപ്പിക്കാൻ പോകുന്നതെന്നുള്ള അറിയില്ല. നമസ്കാരം. എന്തായാലും ഇന്നൊരു ഈ സായാഹ്നത്തിൽ ഇതേപോലൊരു ബാനർ ലോഞ്ചും എല്ലാം പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതേ ബാനറിൽ ഷാഫി ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ ഞാൻ എഴുതുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ആദ്യമായിട്ട് എല്ലാവരോടും സോറി. പ്ലസ് ഷാഫിയും റാഫി എനിക്ക് എപ്പോഴും മാറുന്ന ഒരിതാണ്, അതുകൊണ്ട് പറ്റിപ്പോയിട്ടാണ്. സോറി, ക്ഷമിക്കണേ. ഡയറക്ടർ ഷാഫി സർ. എല്ലാവർക്കും നമസ്കാരം. കുപ്പിന്ന് വന്ന ഭൂതം, ഈ കഥ ഞാൻ 2-3 വർഷം മുമ്പ് കേട്ടതാണ്. അത് ഞാൻ ഇവരോട് ചോദിച്ചാണ് എനിക്ക് തരുമെന്ന് ചോദിച്ചാൽ. അപ്പോൾ പറഞ്ഞൊരു സംവിധായകനാണ് വന്ന് പറഞ്ഞത്, അൻസാജ് അല്ലേ. പിന്നീട് അത് കറങ്ങി തിരിഞ്ഞ് റാഫിക്ക ഡയറക്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഹരിദാസേട്ടന് എന്താ കുറച്ച് ഗ്യാപ്പിന് ശേഷം നല്ലൊരു തിരിച്ചു വരവാവട്ടെ കുപ്പിയിൽ നിന്ന് ഭൂതം എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ പുതിയ നിർമ്മാണ സംരംഭത്തിനും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, അതുപോലെ എല്ലാ നടന്മാർക്കും അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ജോഷേട്ടനാണ് തിരിതെളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ആഴ്ചയും പ്രശ്നമുണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹരിദാസനും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ബിജു, ഉണ്ണികൃഷ്ണൻ, ബിബിൻ, ഡിക്സൺ, എല്ലാ ഫുൾ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജോബി ചേട്ടനെ ക്ഷണിക്കുകയാണ്. മിസ്റ്റർ ജോബി ജോർജ്.
നല്ലൊരു കയ്യടിയൊക്കെ ആകാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ ഞെട്ടിപ്പോയതിനാന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മുടെ ഡോറ് തുറന്ന് പുള്ളി ഇങ്ങനെ കയറി വരികയാണ്. നീ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ മറന്നുപോയി. അതാണ് സോ സോറി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ അതൊക്കെ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ സിനിമ പഠിക്കാൻ പോവാണെന്ന്. ഞാൻ പിന്നെയും ഞെട്ടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ 1 അല്ല 5 സിനിമയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ 50 പഠിച്ചാലും സന്തോഷം, ഓഡിയോ കൂടുതൽ തരണം, വേറൊന്നും വേണ്ട, വേറെ കാശും തരാനില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഈ സൗഹൃദത്തിന് ഒത്തിരി വലിയ പലരും പറയാറുണ്ടെങ്കിൽ ഞാൻ അത്രയും ഊഷ്മളമായിട്ട് കഴിഞ്ഞ ഒരു വർഷം, അതായത് 2022 പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ തേടി വരികയാണ്. ഞാനൊരു വലിയ കാര്യമായിട്ട് ഡൽഹിയിൽ ഒരു മിനിസ്ട്രി കാര്യമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പേപ്പർ ഇങ്ങനെ റോക്കറ്റ് പോലെ ഈ കുപ്പിയിൽ നിന്ന് ഭൂതം വരുന്ന പോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഞാനോടത്ത് എന്നാണ് ഇതിൻ്റെ കാര്യം, എനിക്ക് തോന്നുന്ന കഴിവൊന്നുമില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്തെ ഒരാൾ എൻ്റെ കയ്യെ പഠിച്ചതാ, ഞാൻ നിൻ്റെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു ഗുണമുണ്ടായി എന്ന് പറഞ്ഞ പോലെ ഗുഡ്വില്ലിന് ബിജു മത്തായി പടം പഠിക്കുന്നതുകൊണ്ട് വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നു, വീണ്ടും ഓഡിയോ പാട്ടുകൾ കിട്ടുന്നു. അതുകൊണ്ട് മത്തായി നീ 5 അല്ല 50 സിനിമ പഠിക്കുന്നു. അപ്പം കുപ്പിയിൽ നിന്ന് വന്ന ഭൂതത്തിന് വേറെ രസം എനിക്ക് തോന്നിയത് കുറേ നാൾ മാറി നിന്ന ഹരിദാസിയുടെ ഭൂതമാണ്. പുള്ളി വീണ്ടും കുപ്പി കയറി പുറത്തോട്ട് വരികയാണ്. അത് എന്തെങ്കിലും സംഭവിക്കട്ടെ.